വെൽക്കം ടു ജെൻസ്. നമ്മുടെ ചുരിദാറിന്റെ വീഡിയോ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഫസ്റ്റ് വൺ വരുന്നത് പ്യൂർ ക്രേപ്പ് ഫാബ്രിക് ആട്ടോ. പ്യൂർ ക്രേപ്പ് ഞാൻ കുറച്ച് നാൾ കൂടി കൊണ്ടുവരുന്നത്. നമുക്ക് എപ്പോഴും നേരത്തെ വന്നുകൊണ്ടിരുന്ന ഐറ്റം തന്നെയാണ്. അപ്പോൾ ഞാൻ ചെറിയ ഗ്യാപ്പ് ഇട്ടെന്നുള്ളത് കേട്ടോ. ഇതൊക്കെ എപ്പോഴും എവർഗ്രീൻ എന്ന് പറയുന്ന ഒരു ഐറ്റംസ് ആണ്. ഇപ്പോൾ വന്നാലും എല്ലാവർക്കും ആവശ്യമുള്ള ഒരു ഐറ്റം ആട്ടോ. കാരണം ഇതില്ലാത്തവർ കാണത്തില്ല. കാരണം അത്രയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ്. പ്യൂർ ക്രേപ്പ് മാത്രമൊക്കെ ഉപയോഗിക്കുന്നവരും ഉണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആണ്. കളേഴ്സും എല്ലാം നല്ല ഡാർക്ക് ആയിട്ടുള്ള ഷെയ്ഡിലാണ് വന്നിരിക്കുന്നത്. ഇപ്രാവശ്യത്തെ പ്രിന്റ് എന്ന് പറയുന്നത് ഇതുപോലെ ബാട്ടിക്കിന്റെ നല്ല പ്രിന്റ്. അപ്പോൾ ഇപ്രാവശ്യമൊക്കെ നല്ല ലെങ്തി ആയിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത് കേട്ടോ. കാരണം നമ്മൾ ഇത് വാഷ് ചെയ്യുമ്പോൾ ശക്കലം ഒന്ന് ഒതുങ്ങും. എന്നുവെച്ചാൽ പ്യുവർ ഐറ്റംസ് അങ്ങനെയാണ്. വാഷ് ചെയ്യുമ്പോൾ ശക്കലമായിട്ടൊന്ന് ചുരുങ്ങും കേട്ടോ. അപ്പോൾ അത് ഡൈ ചെയ്യുമ്പോഴും അങ്ങനെ ശകലം ചുരുങ്ങുന്നതാണ്. അപ്പോൾ അതുകൂടെ ചേർത്തിട്ടാണ് ഇതിനൊക്കെ ഡൈ ചെയ്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിങ്ങനെ പിടിക്കുമ്പോൾ തന്നെ ഒരു 49 ഒക്കെ ലെങ്ത് കിട്ടുന്ന രീതിയിലാട്ടോ ഇത് ചെയ്തേക്കുന്നത്. പിന്നെ ദുപ്പട്ടയുടെ ഡാർക്ക് ആ ഒരു ബ്രൗൺ ഷെയ്ഡ് മെറൂൺ കൂടിയിട്ടുള്ള ബ്രൗൺ ആണ്. ഇതിൻ്റെ ബോട്ടം വരുന്ന സെയിം പ്രിന്റ് ക്രേപ്പിന്റെ മെറ്റീരിയൽ തന്നെയാണ്. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ടോപ്പ് ആക്കി തന്നെ യൂസ് ചെയ്യാൻ പറ്റും. അത്രയും നല്ല ഫാബ്രിക് ആട്ടോ. ഇത് തന്നെ ബോട്ടം തയ്ക്കുമ്പോൾ ലൈനിങ് ഒക്കെ ഇട്ട് നല്ല സ്റ്റൈലായിട്ട് തയ്ച്ചെടുക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. ഇതിൻ്റെ നമ്പർ വരുന്നത് N256, റേറ്റ് 1590 1590. അടുത്ത ഷെയ്ഡ് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ബ്ലൂ കളർ ആട്ടോ. ഇതിന്റെ ഷെയ്ഡ്സും പ്രിന്റും ഒക്കെ നല്ല രസമാണ് കാണാനായിട്ട്. ദുപ്പട്ടയുടെ പ്രിന്റ് ഇത്. ബാക്കി ആ ഒരു ബോട്ടം ഒക്കെ സെയിം മുമ്പേ കാണിച്ച പോലെ തന്നെയാണ് കേട്ടോ. ദുപ്പട്ടയ്ക്കകത്ത് സെയിം പ്രിന്റിനെ കൊടുത്തേക്കുന്നത്. സെയിം ഫാബ്രിക് ആണ്. പ്യൂർ ക്രേപ്പ് മെറ്റീരിയൽ ആണ്. അപ്പോൾ ഇത് ഒറിജിനലായിട്ടും ആട്ടോ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് കെയർഫുൾ ആയിട്ട് യൂസ് ചെയ്യണം. നോർമൽ വാഷ് ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഷാമ്പു വാഷ് ചെയ്ത് എടുത്താൽ മതി. അപ്പോൾ അത് എടുത്ത് വെക്കുമ്പോഴൊക്കെയാണെങ്കിൽ ഇടയ്ക്കൊക്കെ മടക്കൊക്കെ മാറ്റി വെക്കണം കേട്ടോ. കാരണം ഉറുമ്പ് കയറി കഴിഞ്ഞാൽ തിന്നും. കാരണം അത്ര നല്ല സോഫ്റ്റ് ഫാബ്രിക്കാണ്. ഉറുമ്പിന് ഭയങ്കര ഇഷ്ടമുള്ള മെറ്റീരിയൽ ആട്ടോ ഇത്. ഇതിൻ്റെ നമ്പർ വരുന്നത് N257, റേറ്റ് 1590. അടുത്ത് നല്ലൊരു റെഡിൻ്റെ ഷെയ്ഡാട്ടോ. ഒത്തിരി ബ്രൈറ്റ് അല്ല, അങ്ങനെ ഡൗട്ട് അടിച്ചെടുക്കാതിരിക്കേണ്ട. കാരണം അത്രയും നല്ല ഷെയ്ഡാണ്. ക്രേപ്പിൻ്റെയൊക്കെ കളേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ചേരും കേട്ടോ. ഇതിങ്ങനെ ഭയങ്കര ബ്രൈറ്റും അല്ല എന്നാൽ ലൈറ്റും അല്ല, നല്ല ഷെയ്ഡ്സ് ആണ്. നല്ല തെളിഞ്ഞ കളേഴ്സ് ആയില്ല. ഇതിൻ്റെ ബോട്ടം വരുന്നു സെയിം തന്നെ ആ ഒരു ഫാബ്രിക് തന്നെയാണ്. ഈ റെഡൊക്കെ നമുക്ക് കാണുമ്പോൾ തന്നെ കൊതിയാവും, അത്ര നല്ല ഷെയ്ഡ്സ് ആട്ടോ. ഇതിൻ്റെ നമ്പർ വരുന്നത് N255, റേറ്റ് 1590 1590. ലാസ്റ്റ് വൺ വരുന്നത് നല്ല ബ്ലാക്ക് കളറിലാണ് ചെയ്തിരിക്കുന്നത്. സെയിം തന്നെ പ്രിന്റ് ആണ്. ബാക്ക് സൈഡിലും പ്രിന്റ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഈ ഒരു റേഞ്ച് എനിക്ക് തോന്നുന്നു ഇപ്പം ആരും കൊടുക്കുന്നില്ല എന്ന്. അത്യാവശ്യം നല്ല ഫാബ്രിക് ആണ്. ഇതിൻ്റെ ബോട്ടം വരുന്നത് സെയിം തന്നെ. പിന്നെ നമ്പർ വരുന്നത് N258, റേറ്റ് 1590.